നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ വേഗം റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബ്രാൻഡുകളുടെ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അരിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. പൊടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ പൊടി ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമുക്കിനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാറുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് പിടിച്ചൊന്ന് കുഴച്ചെടുക്കാവുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് റോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് അരിപ്പൊടി തന്നെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റോൾസ് ആക്കിയ പൊടിയെടുത്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ സാധാരണ ഒന്ന് പരത്തി കൊടുക്കാം. സൈഡൊന്നും നല്ല എഡ്ജൊന്നും കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ, നല്ല റൗണ്ടിലൊന്നും വരില്ല, കുറച്ച് വിട്ട് വിട്ടൊക്കെ വരുള്ളൂ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് വീണ്ടും ഒന്നും കൂടി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മാക്സിമം പറ്റുന്ന അത്ര നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം, ചെറിയ തിക്നെസ്സിൽ കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിന് മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഞാനിതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. സ്റ്റീലിൻ്റെ സ്കെയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിഞ്ഞു പോരും. അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. നീളനെ നമുക്ക് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഫുള്ള് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രയാങ്കിൾസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹോൾസ് ഉള്ള തവയിൽ നമ്മുടെ ട്രയാങ്കിൾസ് എല്ലാം കുറച്ചെടുത്ത് ഇട്ടിട്ട് പതിയെ എണ്ണയിലിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും. ആ സമയം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയ എല്ലാ ട്രയാങ്കിൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ട്രയാങ്കിൾസ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നമുക്ക് അതിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുലുക്കുമ്പോൾ ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക, കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.